ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് വെങ്ങേരി പച്ചക്കറി മാർക്കറ്റിൽ തന്നെയാണ്. ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ റിട്ടയർ ചെയ്തതിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ പച്ചക്കറി മാർക്കറ്റിൽ കുറച്ച് സ്ഥലം എടുത്തിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് അസൗകര്യം കാരണം ഞാൻ വിട്ടു തന്നാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കൃഷിയുണ്ട്, ഞാൻ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബാബുവേട്ട ഇവിടെ എത്ര വർഷമായി കൃഷി ചെയ്യുന്നത്? ഞാനിപ്പം 3 വർഷമായി. ബാബുവേട്ടോട് 3 വർഷമായി കൃഷി ചെയ്യുന്നത്. ഞാൻ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായി റിട്ടയർഡ് ചെയ്തു. അതിനുശേഷം കൃഷിയിൽ ആദ്യം നല്ല താല്പര്യമുള്ള ആളായിരുന്നു. ഈ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കിട്ടുന്നതിന് മുന്നേ കൃഷിയിൽ പച്ചക്കറി, വാഴ മുതലായ കൃഷിയൊക്കെ ചെയ്തിരുന്നു. ശരിക്കും നാട് പൈമ്പ്രയാണ്. കുരുവട്ടൂർ പഞ്ചായത്തിൽ പൈമ്പ്രയായിരുന്നു. അവിടെ ചെറുപ്പത്തിലെ കൃഷി അറിയായിരുന്നു. ഭാര്യ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നവരൊക്കെ സഹായിക്കാറുണ്ട്. വന്നിട്ട് ഇപ്പോൾ ഞാൻ പിന്നെ കൗൺസിലറായി കഴിഞ്ഞ ശേഷം ജോലിക്ക് ഭാര്യ ഇപ്പോൾ കൗൺസിലറാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങൾ കൂടിയാണ്. ഞങ്ങൾ അയൽവാസിലാണ്. അപ്പോൾ കൃഷി തിരക്ക് കാരണം കൃഷിയിലേക്ക് അധികം വരാറില്ല. എന്നാലും നാട്ടിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വയൽ പ്രദേശത്തൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നല്ല വെള്ളരി, വെണ്ട, വിളവൻ, മത്തൻ മുതലായ എല്ലാ കൃഷിയും ചെയ്യാറുണ്ട്. കൃഷി വകുപ്പ് നന്നായിട്ട് സഹായിക്കാറുണ്ട് ഇതിനൊക്കെ വേണ്ടി. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നമ്മളെ വിശാലമായ വയൽ. നമുക്ക് അവിടെ പക്ഷേ അവിടെ കൃഷി ഉണ്ടോ? ഇപ്രാവശ്യം തുടങ്ങിയിട്ടില്ല. അവിടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡി ആയാൽ കൃഷി തുടങ്ങും. പിന്നെ നിങ്ങൾ പറമ്പിൽ കൃഷി ഉണ്ടോ? പറമ്പിലുണ്ട്. ചേന, വാഴയൊക്കെ തന്നെ പറമ്പിലും കൃഷിയുണ്ട്. ഇപ്പം കുറച്ച് പച്ചക്കറി തുടങ്ങിയിട്ടുണ്ട് അവിടെ കൃഷി. മക്കൾക്കൊക്കെ താല്പര്യമുണ്ട് കൃഷിയോട്? മക്കൾക്ക് വലിയ താല്പര്യം, എന്നാലും അവർക്ക് അതിനൊരു സമയം കിട്ടിയാലോ. പഠിക്കാനുള്ളത് കൊണ്ടും പിന്നെ ജോലി ഉള്ളത് കൊണ്ട് അങ്ങനെ. ഇവിടെ എന്തൊക്കെ കൃഷിയുള്ളത്? ഇവിടെ വാഴ, കപ്പ, അതുപോലെ തന്നെ മറ്റ് കാര്യമായിട്ട് വാഴയും കപ്പയൊക്കെ തന്നെയാണ് കൃഷി. അത് ഇവിടെ എത്തിപ്പെടാനുള്ള കുറച്ച് ദൂരമുള്ളത് കൊണ്ട്. ശരി, നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ബാബുവേട്ട, വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ കൃഷി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പൈമ്പ്ര എന്തോ കൃഷി ചെയ്തിരുന്നു അവിടെ കാര്യമായിട്ട് വാഴ, പച്ചക്കറി മുതലായവ കൃഷി ചെയ്തിരുന്നത്. സ്വന്തം സ്ഥലത്തല്ല, വയലിലൊക്കെ കൃഷി ചെയ്തിരുന്നു. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഭാര്യൻ്റെ കാര്യം ചോദിച്ചു. ഭാര്യയൊക്കെ ഇപ്പോൾ കൗൺസിലർ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായിരിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിളവെടുപ്പുണ്ടോ? പ്രാവശ്യം ഇന്നലെ കുറച്ച് നിങ്ങൾ വിളവെടുക്കുന്നത് കണ്ടു. സമയത്ത് ഞാൻ തിരക്കായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്, കൃഷി വിളവെടുത്തതിൻ്റെ ഒക്കെ. പിന്നെ കൂടുതൽ ഇങ്ങനെ കൃഷി വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. കൂടുതൽ കൃഷി വ്യാപിക്കാൻ ടൈമിനനുസരിച്ചിട്ട് കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഇവിടെ ജീവന കാർഷിക ക്ലബിൻ്റെ കീഴിൽ 3 വർഷത്തോളമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തും ഈ കൃഷി കൂട്ടായ്മയിലൂടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. അവിടെ കൂട്ടായ്മ ഉണ്ടോ? അവിടെ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ട്. അത് ശരി. കുറേ ആൾക്കാരുണ്ട് മെമ്പേഴ്സിൻ്റെ അതിൽ? അത് ഒരു 5-8 മെമ്പേഴ്സ്. കഴിഞ്ഞ വർഷം നമ്മുടെ വെള്ളരി ഉണ്ടാക്കി. വെള്ളരി കഴിഞ്ഞ വർഷം കണിവെള്ളരി അല്ലേ? വെള്ളരി ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആദായം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മനസ്സിന് സന്തോഷം. സമയം നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനം കഴിക്കല്ലേ? അതന്നെ വീട്ടിലേക്കും പിന്നെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ബാബുവേട്ടൻ്റെ ഈ കൃഷി ഇനി മുന്നോട്ട് പോട്ടെ. നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷി വ്യാപിപ്പിക്കണം എന്നാണ്. പക്ഷെ നമുക്ക് സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എന്താ ചെയ്യാം? പുതിയ തലമുറ റെഡിയാക്കി എടുക്കണം. പുതിയ തലമുറ വരുന്നില്ല. പുതിയ തലമുറ വരുന്നില്ല. കാട് പിടിച്ച് തരിശായി കിടക്കുന്ന ഭൂമിയിലാണ് ഇപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നത്. നിങ്ങൾ ആളിയാണ്, എൻ്റെ കൂടെ പഠിച്ചാണ് രാജേഷ് കൃഷി ചെയ്യാറുണ്ടോ? രാജേഷും ചെയ്യാറുണ്ട്. അത് വീടായിട്ട് അവർ ജോലി തിരക്ക് കാരണം ചെയ്യാറില്ല ഉള്ളു. പക്ഷേ പറമ്പിൽ വീടിൻ്റെ അടുത്ത കൃഷി ചെയ്യാറുണ്ട്. വാഴ, പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നിങ്ങളെ ഭാര്യയുടെ എച്ചിൻ്റെ ഭർത്താവിന് തൊട്ടടുത്ത് തന്നെയാണല്ലോ, അവർ സഹായിക്കാറുണ്ടോ? അവരുണ്ട്. അവർ നമ്മളെ കൃഷി കൂട്ടായ്മയിലുണ്ട്. അവിടുത്തെ അപ്പോൾ മൊത്തത്തിൽ കൃഷിയിലേക്ക് അവിടെ വ്യാപൃതയായി ഇപ്പോൾ. നല്ല കാര്യം. ഏതായാലും നിങ്ങൾ ഈ കൃഷിയായി ബന്ധപ്പെട്ട ഈ ഒരു പ്രവൃത്തി മുന്നോട്ട് പോട്ടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തലമുറനെ സ്വയം പര്യാപ്തമാക്കാൻ നമുക്ക് കഴിയില്ല. അവർ സ്വയം ഇറങ്ങണം. പക്ഷെ നമ്മൾ തലമുറയെങ്കിലും സ്വയം പര്യാപ്ത കാര്യത്തിൽ അതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. പങ്കാളിയാക്കാനുണ്ട് കുട്ടികളെയൊക്കെ കാണിച്ച് കൃഷി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത്രേ പറ്റുള്ളൂ.
ഓക്കെ ബാബേട്ടാ, എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി മുന്നോട്ടുള്ള കൃഷിയിൽ. ഓക്കെ സുധീഷ് ചേട്ടാ.